ചെയ്യാൻ പറ്റത്തില്ല. അതാവുന്നില്ല. ചുമ ടച്ച് ചെയ്ത് ഇങ്ങോട്ടേക്കല്ലേ? ഇങ്ങോട്ട് ഇങ്ങോട്ടേക്കാണ് ചുമ ടച്ച് ചെയ്തത്. ഇവിടെ ഇവിടെ ഇതല്ലേ? Hello dear students, welcome to MA Political Science class. Paper name Indian Constitution, paper 3. Now we start with the first chapter, salient features of Indian Constitution. Indian Constitution is the supreme law of India. It is a living document and instrument which makes the government system work. It lays down the framework defining fundamental political principles. Indian Constitution എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തായിട്ട് കണക്കാക്കപ്പെടുന്നത്? സുപ്രീം ലോ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് ഇന്ത്യയുടെ നിയമ പുസ്തകമാണ്. ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളെ കുറിച്ചും എപ്രകാരമാണ് നമ്മുടെ ഗവൺമെന്റ് ഫങ്ഷൻസ് നടപ്പിലാക്കേണ്ടത് തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ശേഖരിച്ചു വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കണക്കാക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ഉൾക്കൊള്ളുന്നത് 448 ആർട്ടിക്കിൾസ് ഉണ്ട്, 25 പാർട്സ് ഉണ്ട്, 12 ഷെഡ്യൂൾസ് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമായും 5 അപ്പൻഡിക്സും കാണാനായിട്ട് സാധിക്കുന്നു. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയായിട്ടാണ് കാണപ്പെടുന്നത്. ആ ഇന്ത്യൻ ഭരണഘടനയില് നമുക്ക് പ്രധാനമായും കാണാൻ സാധിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി നിലനിൽക്കുന്ന 448 വകുപ്പുകളും അതോടൊപ്പം തന്നെ 12 പട്ടികകളും 5 അപ്പൻഡിക്സും ഉണ്ട്. അതോടൊപ്പം തന്നെ 25 പ്രധാനപ്പെട്ട ഭാഗങ്ങളും കാണാൻ സാധിക്കുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പ്രധാനമായും ഇന്ത്യയുടെ ഭാഗമായി നിലനിൽക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് യുണീക് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പ്രധാനമായി നമുക്ക് ധാരാളം സവിശേഷതകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി കൺസിഡേർഡ് ആസ് എ ഡീറ്റെയിൽഡ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, സെൽഫ് മെയ്ഡ് ആൻഡ് enacted constitution, preamble of the constitution. India is a democratic socialist state. India is a secular state. India is a democratic state. India is a republic. India is a union of state. And India must be considered as a mixture of federalism and unitarism. Indian constitution considered as the mixture of rigidity and flexibility, fundamental rights. And Indian constitution must be given more importance to NHRC and SHRC, fundamental duties of the citizen,
directive principles of the state policy, bicameral legislature, parliamentary system, adult suffrage, single integrated state with a single citizenship. ഇത്രയും പ്രധാനമായി നമുക്ക് എന്തിന്റെ ഭാഗമായി കാണാൻ സാധിക്കുന്നുണ്ട്? സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഈ പറയുന്ന എല്ലാ സവിശേഷതകളും ഉള്ളതാണ് ഇന്ത്യയുടെ ഭരണഘടന. അതിൽ ഏറ്റവും ആദ്യം പറയുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി കൺസിഡേർഡ് ആസ് എ ഡീറ്റെയിൽഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് മീൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ആൻഡ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ഇന്ത്യയിൽ ഏതൊക്കെ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടത് എന്നതിനെ കൃത്യമായി എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രധാനമായും നമുക്ക് 448 വകുപ്പുകളും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി നിലനിൽക്കുന്ന 25 ഭാഗങ്ങളും 12 ഷെഡ്യൂളുകളും അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സും ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്നു. അതാണ് സാലിയൻ ഫീച്ചറിന്റെ ഭാഗമായി ഒന്നാമത്തെ പ്രത്യേകത, റിട്ടൺ ആൻഡ് ഡീറ്റെയിൽഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സെൽഫ് മെയ്ഡ് ആൻഡ് എനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ദാറ്റ് മീൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ബി മെയ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആക്ടിംഗ് ത്രൂ ദെയർ duly elected and representative body of the Constituent Assembly was organized in December 1946. 1946 രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന സമിതിയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തത്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് 26 ജാനുവരി 1915 ആണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. And third one is known as the preamble of the constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് പ്രധാനമായും ഒരു ആമുഖത്തെ കാണാൻ സാധിക്കുന്നു. നമ്മുടെ രാജ്യം എന്താണെന്ന് നമുക്ക് വിളിച്ചോതുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി വരുന്ന പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ആ പ്രിയാമ്പിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യ സെക്യുലർ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. അതുപോലെ തന്നെ വെൽഫെയർ സ്റ്റേറ്റ് കമ്മിറ്റഡ് ടു സെക്യൂർ ജസ്റ്റിസ്, ഈക്വാലിറ്റി, ലിബർട്ടി, പ്രൊമോട്ടിംഗ് ഫ്രട്ടേണിറ്റി, ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ആൻഡ് ഫോർത്ത് പോയിന്റ്, ഇന്ത്യ മസ്റ്റ് ബി കൺസിഡേർഡ് ആസ് എ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആൻഡ് സെക്യുലർ സ്റ്റേറ്റ് എന്നതാണ്. ഇന്ത്യൻ ഭരണഘടന പറയുന്ന നാലാമത്തെ സവിശേഷതയാണ് ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമാണ്? ജനാധിപത്യ രാജ്യമാണ്, സോഷ്യലിസ്റ്റ് രാജ്യമാണ്, മതേതര രാജ്യമാണ്, അതോടൊപ്പം തന്നെ റിപ്പബ്ലിക്കുമായിട്ട് അറിയപ്പെടുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സെക്യുലർ സ്റ്റേറ്റ് മീൻസ് ഇന്ത്യയിൽ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ടു ഗിവൺ ടു നോ റിലീജിയൻ. ഇന്ത്യയിലെ ഒരു മതത്തിനും പ്രത്യേകമായ പദവി നൽകാതെ നിലനിൽക്കുന്ന ഭരണഘടനയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി നിലനിൽക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഫോം എന്നുള്ള രീതിയിൽ എന്തറിയപ്പെടുന്നത്? സെക്യുലർ സ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. And third one is known as the India must be considered as a republic. The preamble declares that Indian constitution is known as a republican state. India is not ruled by a monarch or a nominated person. India has an elected and state and who wields power of a fixed term of 5 years. ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഇന്ത്യ എങ്ങനെയുള്ള രാഷ്ട്രമാണ് എന്ന്, ഒരു ജനാധിപത്യ തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രപതി ഭരിക്കുന്ന രാജ്യമായിട്ടാണ് ഇന്ത്യയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി നമുക്ക് എന്തിനെ കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു റിപ്പബ്ലിക് സ്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യ ഈസ് കൺസിഡേർഡ് ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. Article 1 of the Indian Constitution declares that India, that is Bharat, is a union of state. The term union of states shows two important facts. First one, that Indian union is not the result of the voluntary agreement among sovereign states. And second one, that states of India do not enjoy the right to secede from the union. Now Indian union has now 28 states and 8 union territories. That means India എന്ന് പറയുന്നത്
28 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന സ്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഇന്ത്യയെ എന്തായി കണക്കാക്കുന്നു? ഇറ്റ് മസ്റ്റ് ബി കൺസിഡർഡ് ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. And another one important one is known as the Indian Constitution says that India must belong to as a mixture of rigidity and flexibility. The Constitution of India is a rigid in parts. Some of these provisions can be amended in a difficult way, while others can be amended very easily. That means Indian ഭരണഘടനയുടെ ഭാഗമായി എഴുതിയിട്ടുള്ള ചില ഭാഗങ്ങളെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റം വരുത്താവുന്നതും എന്നാൽ ചില വിഷയങ്ങളെ മാറ്റം വരുത്തുന്നതിന് ചില പ്രൊസീജിയേഴ്സിന്റെ ആവശ്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മിക്സ്ചർ ഓഫ് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. And another one is known as the Indian Constitution is considered as a mix. Fundamental rights must be included in the Indian Constitution. The Constitution of India grants and guarantees fundamental rights to citizens. It is called the Indian Bill of Rights. Initially, 7 fundamental rights were granted, but after the deletion of the right to property from the list of fundamental rights, their number came down to 6. ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് പ്രധാനമായും 6 മൗലിക അവകാശങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ എന്തിനെ എഴുതി ചേർത്തിരിക്കുന്നത്? മൗലിക അവകാശങ്ങളെ എഴുതി ചേർത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ച സാഹചര്യത്തിൽ നമുക്ക് ഇന്ത്യയിൽ പ്രധാനമായും 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ 6 മൗലിക അവകാശങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് വൺ റൈറ്റ് ടു ഇക്വാലിറ്റി, സെക്കൻഡ് വൺ റൈറ്റ് ടു ഫ്രീഡം, third one right against exploitation, fourth one right to freedom of religion, and fifth one cultural and educational right, and seventh one right to constitutional remedies. And another important feature of Indian Constitution is the NHRC and HSRC. That means the government of India passed a right to Human Rights Act in 1993. അതായത് ഇന്ത്യയില് മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് രൂപീകരിച്ചിരിക്കുന്ന ഒന്നാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? NHRC എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ സംസ്ഥാനങ്ങളിലും നമുക്ക് എന്തിനെ കാണാൻ സാധിക്കുന്നു? HSRCയെ കാണാൻ സാധിക്കുന്നു. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നമ്മുടെ മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന സാഹചര്യങ്ങളിൽ നേരിട്ട് കേസുകൾ എടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് എന്ത് രൂപീകരിച്ചിരിക്കുന്നത്? NHRCയും HSRCയും രൂപീകരിച്ചിരിക്കുന്നത്. And another important feature of the Indian Constitution is the fundamental duties of the citizen. Fundamental duties must be included in our Constitution in the Part 4A, Article 51 of the Indian Constitution. ഇന്ത്യൻ ഭരണഘടന നമുക്ക് മൗലിക അവകാശങ്ങളെ നൽകുന്നത് പോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കാണാനായിട്ട് സാധിക്കുന്നു. അത് ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്തിൽ 51A എന്ന് പറയുന്ന വകുപ്പിലാണ് എഴുതി ചേർത്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് റെസ്പെക്ട് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആന്തം, ചെറിഷ് ആൻഡ് ദ നോബൽ ഐഡിയൽസ് ഓഫ് ദി freedom struggle, uphold and protect the sovereignty, unity and integrity of India, defend the country and render national service when called, promote a common brotherhood of all the people of India and renounce any practice derogatory to the dignity of woman, preserve the rich heritage of national composite culture, project the national environment and have compassion for living creatures. അതായത് ദേശീയ പതാകയെ ആദരിക്കുക, ദേശീയ ഗാനത്തെ ബഹുമാനിക്കുക, നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിന് സ്വാതന്ത്ര്യത്തിന് പ്രചോദനം നൽകിയ ആളുകളെ അവരെ ബഹുമാനിക്കുക, ആദരിക്കുക, നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക, രാജ്യത്തിന് എപ്പോഴാണോ രാജ്യസേവനം വേണ്ടത് അപ്പോൾ ആ കാല സാഹചര്യങ്ങളിൽ രാജ്യസേവനം നൽകാനായിട്ട് തയ്യാറാകുക തുടങ്ങിയിട്ടുള്ള ഏകദേശം 11 പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് എന്തിന്റെ ഭാഗമായി വരുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് ദ ഇന്ത്യൻ സിറ്റിസൺ എന്ന പേരിൽ വരുന്നത്. And another important salient feature of Indian Constitution is the directive principles of state policy. Part 4 of the Constitution must be deals with the directive principles of the state policy, provides one of the most striking feature of the Indian Constitution. Indian ഭരണഘടനയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് വെൽഫെയർ സ്റ്റേറ്റിനെ രൂപീകരിക്കുന്നതിന് ആവശ്യമായ സാമൂഹിക, സാമ്പത്തിക,
വികസനത്തെയാണ് നമ്മുടെ എന്തിന്റെ ഭാഗമായി വരുന്നത്? ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നതിന്റെ ഭാഗമായി കാണാൻ സാധിക്കുന്നത്. ആൻഡ് അനദർ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ bicameral union parliament. The constitution provides for a bicameral legislature at the union level and names it as the union parliament. That is, in India we have to find out two type of houses. First one Rajya Sabha and another one is known as the Lok Sabha. Directly elect ചെയ്യുന്ന persons ഉൾപ്പെടുന്ന ലോകസഭയും ഇൻഡയറക്ട്ലി എലക്ട് ചെയ്യുന്ന രാജ്യസഭയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ്. രാജ്യസഭയിൽ 545 മെമ്പേഴ്സും രാജ്യസഭയിൽ 250 മെമ്പേഴ്സിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഫീച്ചറായി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നവയാണ്. അടുത്തത്, ഇന്ത്യ എന്ന് പറയുന്നത് പാർലമെന്ററി സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്ന രാജ്യമാണ് എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി എഴുതി ചേർത്തിരിക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ provides for a parliamentary system of government at the center as well as in every state of the union. The President of India is the constitutional head of the state with the nominal powers. അതായത് ഇന്ത്യയിൽ ഒരേ സമയം തന്നെ പ്രസിഡന്റും രാഷ്ട്രപതിയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്ന എക്സിക്യൂട്ടീവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ ഒരേ സമയം തന്നെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉൾപ്പെടുന്ന അധികാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർലമെന്ററി സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. And seventh, next another important feature related with the salient feature of Indian Constitution is the adult suffrage. Another important feature of the Indian Constitution is that it provides for universal adult suffrage. All men and women enjoy an equal right to vote. Each adult man and woman above the age of 18 years has the right to vote. ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള വോട്ടവകാശമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശത്തിന് അധികാരമുണ്ട്. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിനെയാണ് നമ്മൾ ഇവിടെ എന്തെന്ന് പറയുന്നത്? അഡൽട്ട് സഫറേജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. Another important feature of Indian Constitution is the single integrated state with a single citizenship. ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഒരു സിറ്റിസൺഷിപ്പ് മാത്രമാണുള്ളത്, ഏക പൗരത്വം മാത്രമാണുള്ളത്. 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളും ഉണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി നമുക്ക് എന്തിനെ കാണാൻ സാധിക്കുന്നു? ഒരു പൗരത്വം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. സോ ഇന്ത്യ ഈസ് കൺസിഡർഡ് ആസ് എ സിംഗിൾ ഇൻഡിപെൻഡന്റ് ആൻഡ് സോവറിൻ ഇന്റഗ്രേറ്റഡ് സ്റ്റേറ്റ്. Presently it has 28 states and 8 union territories. All Indian citizens enjoy a common uniform citizenship. ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും നമുക്ക് എന്ത് തന്നെ കാണാൻ സാധിക്കുന്നു? ഒരേ പൗരത്വം തന്നെ കാണാനായിട്ട് സാധിക്കുന്നു. ഇത്തരത്തിൽ ഇന്ത്യയുടെ പൗരത്വത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നതാണ് സിംഗിൾ ഇന്റഗ്രേറ്റഡ് സ്റ്റേറ്റ് വിത്ത് സിംഗിൾ സിറ്റിസൺഷിപ്പ്. Another important feature of the Indian salient feature of Indian Constitution is the independence of judiciary. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് തികച്ചും സ്വതന്ത്രമായി നിലനിൽക്കുന്ന നീതിന്യായ വിഭാഗമാണ്. ഇന്ത്യയിലെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. കൃത്യമായ യോഗ്യതയുള്ള ആ വ്യക്തികളെ മാത്രമാണ് ഇന്ത്യൻ പ്രസിഡന്റ് ജഡ്ജിമാരായിട്ടും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരായിട്ട് നിയമിക്കുന്നത്. മറ്റുള്ള പ്രവർത്തനങ്ങളിൽ നിന്നുമെല്ലാം തികച്ചും സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യൻ ജുഡീഷ്യറി. ദാറ്റ് മീൻസ് എക്സിക്യൂട്ടീവിൽ നിന്നും ലെജിസ്ലേച്ചറിൽ നിന്നും തികച്ചും സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ ജുഡീഷ്യൽ സംവിധാനം എന്ന് പറയുന്നത്. And another important feature of Indian Constitution is the emergency provisions. The Constitution of India contains special provision for the dealing with the emergencies. It recognizes 3 type of possible emergencies. നമ്മുടെ രാജ്യത്ത് പ്രധാനമായും 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥയാണ് നിലനിൽക്കുന്നത്. നാഷണൽ എമർജൻസി, കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. എമർജൻസി ഡിക്ലറേഷൻ നടത്തുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. എമർജൻസി ഡിക്ലറേഷൻ നടത്തുന്നത് നാഷണൽ എമർജൻസി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 352 എന്ന വകുപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയിൽ എന്ത് നടപ്പിലാക്കുന്നത്?
എമർജൻസി പ്രൊവിഷൻസ് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 356 എന്നുള്ള വകുപ്പ് ഉപയോഗിച്ചിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നതാണ് സ്റ്റേറ്റ് എമർജൻസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫിനാൻഷ്യൽ എമർജൻസി നടപ്പിലാക്കുന്നത് ആർട്ടിക്കിൾ 360 എന്ന വകുപ്പ് ഉപയോഗിച്ചിട്ടാണ്. രാജ്യത്ത് സാമ്പത്തികപരമായ സ്റ്റെബിലിറ്റി ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ ആണ് ഇന്ത്യൻ പ്രസിഡന്റ് ഫിനാൻഷ്യൽ എമർജൻസി രാജ്യത്ത് ഡിക്ലെയർ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ധാരാളം പ്രധാനപ്പെട്ട റിസർവേഷൻസും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള റിസർവേഷൻ നമ്മുടെ ഭരണഘടനയിൽ എഴുതി തയ്യാറായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രൊവിഷൻ റിഗാർഡിംഗ് ലാംഗ്വേജസ്, പ്രധാനമായും പ്രത്യേകമായ ഭാഷകൾക്ക് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. ഓരോ ലാംഗ്വേജസിന്റെയും ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിരിക്കുന്ന ഭാഷകളും നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കാണാൻ സാധിക്കുന്നു. അപ്രകാരം 22 ലാംഗ്വേജസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് എഴുതി ചേർത്തിരിക്കുന്നത്. ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കർണാടക, കാശ്മീരി, മലയാളം, മറാത്തി തുടങ്ങിയ ലാംഗ്വേജസും എന്തിന്റെ ഭാഗമായി വരുന്നുണ്ട്? പ്രൊവിഷണൽ റിഗാർഡിംഗ് ലാംഗ്വേജിന്റെ ഭാഗമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സാലിയൻ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യ എങ്ങനെയാണ്, എപ്രകാരമാണ് നമ്മുടെ രാജ്യം എന്നതിനെ വിളിച്ചോതുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോ ബുക്ക് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത്. ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ ഭരണഘടന എപ്രകാരമുള്ളതാണ് എന്ന് വിവരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഇന്ത്യ സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ റിട്ടൺ ടു അവർ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഇപ്പോ എടുത്തത് MA പൊളിറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു ഭാഗം മാത്രമാണ് എടുത്തത്, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ.